അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി മോദി ഇന്ത്യയിൽ തിരിച്ചെത്തിന് പിന്നാലെ ഇന്ത്യക്കുള്ള ധനസഹായം നിർത്തലാക്കി ഇലോൺ മസ്ക്. തെരഞ്ഞെടുപ്പുകളെ പ്രോത്സാഹിപ്പിക്കാനായി ഇന്ത്യയിലെ പോളിംഗ് ശതമാനം ഉയർത്തുന്നതിനായി അമേരിക്ക അനുവദിച്ചിരുന്ന 182 കോടി രൂപയുടെ ധനസഹായമാണ് റദ്ദാക്കുക. അതേസമയം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ യുഎസിലെ മുൻ ഭരണകൂടം അനുവദിച്ചിരുന്ന $21 ദശലക്ഷം ഗ്രാന്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പാണെന്നും ഇതിന് അന്വേഷണം വേണമെന്നും പ്രധാനമന്ത്രിയുടെ ഉപദേശകൻ സഞ്ജീവ് സന്യാൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയിൽ മടങ്ങിയെത്തിയത്. ഇതിനു പിന്നാലെയാണ് അമേരിക്കയിൽ നിന്നും ഇന്ത്യക്കായുള്ള ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുന്നുവെന്ന വാർത്തകൾ പുറത്തുവരുന്നത്. സർക്കാർ ചെലവുകൾ കുറയ്ക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ബജറ്റ് വെട്ടിക്കുറയ്ക്കുന്നതിന് മുൻഗണന നൽകിയിട്ടുണ്ടെന്നും ട്രംപ് ഭരണകൂടത്തിന്റെ പ്രധാന തീരുമാനമാണിതെന്നുമാണ് മസ്കിന്റെ പ്രതികരണം. ചെലവ് വെട്ടിക്കുറച്ചില്ലെങ്കിൽ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി മോശമാകുമെന്നും മസ്ക് കൂട്ടിച്ചേർത്തു. മോദിയുടെ സന്ദർശനത്തിനു പിന്നാലെയാണ് വോട്ടിംഗ് ഫണ്ട് നിർത്തലാക്കിയതെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം വിമർശനം ഘടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തിന് നഷ്ടം സംഭവിക്കുന്നതിൽ പ്രതിപക്ഷത്തിന് സന്തോഷമാണെന്ന് ചോദിച്ച BJP നേതാക്കൾ വിദേശകാര്യത്തിലെ ബാഹ്യ ഇടപെടലാണ് പിന്നിലെന്നും വിമർശിച്ചു. അതിനിടെ അമേരിക്കയിൽ നിന്ന് അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ കയ്യിലും കാലിലും വിലങ്ങണിയിച്ചാണ് വീണ്ടും എത്തിച്ചതെന്ന് മടങ്ങിയെത്തിയ യുവാവ് വെളിപ്പെടുത്തിയതോടെ അക്കാര്യത്തിലും മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിനെ വിമർശിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ഇതിനേക്കാൾ അപമാനകരമായ മറ്റൊന്നും സംഭവിക്കാനില്ലെന്നും പ്രതിപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സന്ദർശനത്തിൽ ഇന്ത്യക്കാരെ കെട്ടിയിട്ട് അപമാനിച്ച വിഷയം ട്രംപിനോട് പറഞ്ഞില്ല എന്നത് വ്യക്തമായെന്നാണ് ജയറാം രമേശ് പ്രതികരിച്ചത്.